ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. കഥയുടെയോ കവിതയുടെയോ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതാം എന്നാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മഴയുടെ മേളം. തുടി കൊട്ടുന്നു, മാനത്ത് വെടി പൊട്ടുന്നു, മാനത്ത് ഹയ്യട ഹയ്യ, കേട്ടില്ലേ മഴയുടെ മേളം, മാനത്ത് പൂത്തിരി കത്തണ്, മാനത്ത് ലാത്തിരി കത്തണ്, മാനത്ത് ഹയ്യട ഹയ്യ, കേട്ടില്ലേ മഴയുടെ പൂരം, മാനത്ത് മൈവിൽ കാവടി, മാനത്ത് മയിലാടുന്നു, താഴത്ത് ഹയ്യട ഹയ്യ, കണ്ടില്ലേ പൂമഴ പുതുമഴ. എന്തു രസം! ഇതെഴുതിയത് CP പള്ളിപ്പുറം. കവിതയുടെയോ കഥയുടെയോ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിതക്കോ കഥയ്ക്കോ ഒരു ശീർഷകം നൽകണം. അതായത് കവിതക്കൊരു പേര് നൽകണം. അടുത്തത് കവിയുടെ പേരെഴുതുക. കവിതയുടെ ആശയം ചുരുക്കി എഴുതുക. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അതിനെക്കുറിച്ച് എഴുതുക. എന്തിനെക്കുറിച്ചാണ് കവിതയിൽ വർണ്ണിക്കുന്നത് അത് എഴുതുക. കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എഴുതുക. അടുത്തത് വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം. കവിതയോ കഥയോ വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എടുത്തെഴുതുക. ആ വരികൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും എഴുതുക. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി നോക്കാം. കവിതയുടെ പേര് മഴയുടെ മേളം. കുട്ടികളുടെ പ്രിയപ്പെട്ട കവിയായ CP പള്ളിപ്പുറം എഴുതിയ പ്രശസ്തമായ കവിതയാണ് മഴയുടെ മേളം. പുതുമഴയെപ്പറ്റിയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മാനത്ത് വെടി പൊട്ടുന്നു, ഹയ്യട ഹയ്യ, ഇടിവെട്ടുന്ന നേരത്ത് നല്ല മഴ പെയ്തു. അത് കണ്ട് കുട്ടികൾ സന്തോഷിച്ചു. ഇതിൽ മാനത്ത് പൂത്തിരി കത്തുക എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഇടിവെട്ടുമ്പോൾ കാണുന്ന ആ പ്രകാശത്തെയാണ്. കാരണം ആ പ്രകാശം കാണുമ്പോൾ പൂത്തിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തെ പോലെയാണ്. ഇടിവെട്ടിക്കഴിഞ്ഞ് മഴ പെയ്ത ശേഷം മാനത്ത് നല്ല സൂര്യപ്രകാശം ഉണ്ടാകും. അപ്പോൾ ആ മനോഹരമായ 7 നിറത്തിലുള്ള മയിലിനെ നമുക്ക് കാണാം. മഴ പെയ്ത സന്തോഷത്തിൽ മയിൽ പീലി വിടർത്തി നിന്ന് ആടുന്നു. വേനൽ കഴിഞ്ഞ് ആദ്യത്തെ മഴയാണ് കവി പുതുമഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാണുമ്പോൾ എന്തു രസകരമായിരിക്കും. ഇതിലെ കഥാപാത്രങ്ങൾ മാനം, ഇടി, മഴ, മഴവിൽ, മയിൽ എന്നിവരാണ്. കവിതയിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് മഴവിൽ കാവടി പോലെ. കാരണം മഴവിലിൻ്റെ നിറം വളരെ ആസ്വാദകരമാണ്. ആദ്യ മഴ പെയ്യുമ്പോൾ മണ്ണിൻ്റെ പുതുമണം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. വെള്ളം എന്നും നമുക്ക് ആവശ്യമായ ഒന്നാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഞാൻ മഴയിൽ കളിക്കുന്നത് പോലെ തോന്നി. ഏതു കുട്ടിക്കുമുള്ള ഒരു ആഗ്രഹമാണ് മഴയിൽ കളിക്കുക എന്നത്. പക്ഷേ ഇടിവെട്ടിയപ്പോൾ എല്ലാവരും വേഗം അകത്തേക്ക് ഓടും. കേട്ടില്ലേ മഴയുടെ പൂരം, മാനത്ത് മൈവിൽ കാവടി പോലെ എന്ന വരികൾ വായിക്കുമ്പോൾ ആ രംഗം നമ്മുടെ മനസ്സിൽ തെളിയും. മഴവില്ലിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ കവിതയെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നു. എല്ലാവർക്കും ആവശ്യക്കാരനായ മഴയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണമായ ഈ സംഭവത്തെ വളരെ രസകരമായി കവിതയിലൂടെ CP പള്ളിപ്പുറം പറഞ്ഞിരിക്കുന്നു. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ സ്റ്റുഡൻസും നിങ്ങളുടേതായ ഭാഷയിൽ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.